ഗോട്ട് ലാറ്റിൻ എന്ന ഷോയിലെത്തിയ മലയാളി പെൺകുട്ടിയുടെ മറുപടിയും അതിനെതിരെയുള്ള പാനലിസ്റ്റുകളുടെ പരിഹാസവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ഇന്ന് അവനെ പീസ് പീസാക്കിയിട്ട് തന്നെ കാര്യം കേരള സർ 100% ലിറ്ററസി സർ. ഈ തലയ്ക്കെട്ട് കെട്ടിയവൻ മലയാളികളെ വന്ന് ചൊറിഞ്ഞ്. താൻ ആരെടുത്ത് പോയ ചൊറിഞ്ഞെന്നറിയോ? അവന്റെ विलियम कहाँ से हैं आप? केरला. तो पर्ल विलियम, व्हाट्स योर पॉलिटिकल लीनिंग? Political leaning, I don't watch politics. ഷോയിലെത്തിയ പെൺകുട്ടിയോട് നിങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ നേതാവ് ആരാണ്, ഏത് ഐഡിയോളജിയാണ് താങ്കൾ പിന്തുണയ്ക്കുന്നതെന്ന് പാനലിസ്റ്റായ രൺവീർ അല്ലാഹ്ബാദിയ ചോദിക്കുന്നു. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. എന്നാൽ പെൺകുട്ടി ഞാൻ പൊളിറ്റിക്സ് കാണാറില്ല എന്ന് മറുപടി നൽകുന്നു. പിന്നാലെ നിങ്ങൾക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉണ്ടോ എന്നും നിങ്ങൾ വോട്ടെങ്കിലും ചെയ്യാറുണ്ടോ എന്നും രൺവീർ ചോദിക്കുന്നു. ഇങ്ങനെ പോയാ തല്ലുകൊള്ളന്നെ ചെയ്യും. പെൺകുട്ടി ഞാൻ വോട്ട് ചെയ്യാനോ ഒരിക്കലുമില്ല എന്ന മറുപടി നൽകുന്നു. താല്പര്യമില്ല. You don't have any political opinion? No. കേരള സർ 100% ലിറ്ററസി സർ. ആഞ്ജനേയ സ്വാമി. കേരള സർ 100% ലിറ്ററസി സർ. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഉടനെ തന്നെ പാനൽ പെൺകുട്ടിയുടെ അരാഷ്ട്രീയതയും ഒപ്പം കേരളത്തെയും പരിഹസിക്കുന്നു. വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. കേരളത്തിലെ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരരാണ്, പക്ഷെ രാഷ്ട്രീയമില്ല, വോട്ടും ചെയ്യില്ല എന്ന പരിഹാസമാണ് പാനൽ തൊടുത്തുവിട്ടത്. ഇവൻ മഹാ തെണ്ടി തന്നെ. വീഡിയോക്ക് റെസ്പോൺസ് എങ്ങനെ ഉണ്ട്? തലയുടെ മുകളിൽ തുണിക്കെട്ടും തലയ്ക്കകത്ത് ചാണകവും വെച്ച് നടക്കുന്നവന്. Next comment. എടാ തലക്കെട്ടി സിക്കന്ദർ പെലയാടി പഞ്ചാബി പൊലയാടി തന്ത കുളിച്ചാരിക്കുള്ളൂ. എടാ നിന്റെ നാട്ടിൽ എത്ര പേരുണ്ടാ മയിലേ മതി. വിവരവും വിദ്യാഭ്യാസവും. ഞങ്ങളാരും വോട്ട് ചെയ്യുന്ന മെഷീനൊന്നും എടുത്തോണ്ട് ഓടത്തില്ല. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. എന്തായാലും നല്ലതിനല്ല. ഊമ്പാൻ വരുന്നു, എന്തോ പറഞ്ഞേ? ഊമ്പാൻ വരുന്നു. ഇവനെ അപരാധം പറയണം. ഇവന്റെ ഇൻസ്റ്റാ പേജ് ഞാൻ കാണിച്ചു, അതിനകത്ത് പോയി തന്തലാഴി പറയണം. ഭയപ്പെടാതെ ഒന്നും പണ്ണ മാറ്റാൻ. ചുരുട്ടിയെടുത്ത് അകത്തോട്ടിട. കണ്ണ് തള്ളിപ്പോയി. തലേ പന്തം കെട്ടി വെച്ചാൽ അവരാധിക്ക് ഇറങ്ങിയിരിക്കുക. ബഹൻ ചൂത്ത് ചൂട്ടിയാമായിരുന്നു. ഇതൊക്കെ എവിടെ ജനിച്ചതാണോ? അവൻ ഊമ്പാൻ വന്നേക്കുന്ന അവൻ കേരളത്തിലെ പിള്ളേരെ അവൻ അറിയത്തില്ല. നാടാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പിന്നെ പാചിക്ക് കിട്ടാനുള്ള വടയും ചായയും ബീഫ് കറിയും പൊറാട്ടയൊക്കെ മലയാളികൾ തരും. തൽക്കാലം ഇത്രയും മതി. ബാക്കി തെറി ഞാൻ നിന്നെ ഇടക്കിടക്ക് വിളിച്ചോ.